സ്നേഹമുള്ളവരെ, ഇന്ന് സെപ്റ്റംബർ 7. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? കാർലോ അക്വിറ്റസ് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. ന്യൂ ജനറേഷൻ സെയിന്റ്. ടെക്നോളജി ഉപയോഗിച്ച് വിശുദ്ധിയിലേക്കുള്ള കുറുക്കുവഴി കാർലോ രൂപപ്പെടുത്തിയെടുത്തു. എല്ലാ കാര്യങ്ങളിലും ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുന്നവരാണ് നമ്മൾ. കാരണം നമ്മളൊക്കെ ഒരുപാട് തിരക്കുള്ളവരാണ്. കാർലോയ്ക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കുറുക്കുവഴി. ദിവ്യകാരുണ്യത്തെ സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആയി കാർലോ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ കേവലം 15 വർഷം മാത്രമേ കാർലോ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളൂ. വേഗത്തിൽ സ്വർഗത്തിൽ നിത്യപിതാവിന്റെ സന്നിധിയിലേക്ക് കാർലോ യാത്രയായി. ദിവ്യകാരുണ്യവും ജപമാലയും പ്രാർത്ഥനയും കമ്പ്യൂട്ടറും സോഷ്യൽ മീഡിയയും ഒക്കെ കൂട്ടിയിണക്കി വ്യത്യസ്തമായൊരു ജീവിതശൈലി കാർലോ രൂപപ്പെടുത്തിയെടുത്തു. ലണ്ടനിൽ ജനിച്ച് മിലാനിൽ വളർന്ന കാർലോ 11ാം വയസ്സിൽ അസീസിയിലെ സ്വന്തം ഇടവകയ്ക്ക് വേണ്ടി വെബ്സൈറ്റിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് തന്റെ വിശ്വാസ പ്രചരണം ആരംഭിക്കുന്നത്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ശേഖരിച്ച് അവയെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ കണ്ടുപിടിച്ച് അവ വെബ്സൈറ്റിലൂടെ പ്രചരിപ്പിച്ചു. പതിയെ പതിയെ ലുക്കീമിയ രോഗത്തിന്റെ സഹനങ്ങൾ കാർലോയെ കാർന്നു തിന്നു തുടങ്ങി. എന്നാൽ ഈ വേദനകൾ കാർലോ സന്തോഷത്തോടെ സ്വീകരിച്ചു. എങ്ങനെയാണ് ഈ സഹനങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നതെന്ന് കാർലോയോട് ചോദിച്ചപ്പോൾ കാർലോയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: ഈ വേദനകൾ പരിശുദ്ധ പിതാവിനും തിരുസഭയ്ക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ആ കുഞ്ഞു ബാലന്റെ ആധ്യാത്മികമായ ബോധ്യത്തിൽ സ്വർഗം മുഴുവൻ വിസ്മയിച്ചിട്ടുണ്ടാകും. ദീർഘനേരം പ്രാർത്ഥനയിൽ ചെലവഴിക്കാനും സഹോദരങ്ങളുടെ സങ്കടങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാനും കാർലോ എപ്പോഴും ഉത്സുകനായിരുന്നു. സാങ്കേതിക വിദ്യയും സമൂഹ മാധ്യമങ്ങളുമൊക്കെ വിമർശിക്കപ്പെടുമ്പോൾ അതിനുള്ള ഉത്തരമാണ് കാർലോയുടെ ജീവിതം. ടെക്നോളജി ഉപയോഗിച്ച് വിശുദ്ധിയിലേക്കുള്ള കുറുക്കുവഴി രൂപപ്പെടുത്തുക എന്നതാണ് നമ്മുടെ വിളിയും ദൗത്യവും. അതിനായി കാർലോയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.